നമ്മളെല്ലാവരും സ്ഥിരമായി ഓരോരോ ദിക്റുകൾ പറയാറുണ്ട്. ദിക്ർ പറയുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലങ്ങൾ ഒന്ന് നമുക്ക് കേട്ടാലോ? ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ രണ്ട് ദിക്റുകൾ ഒരു മനുഷ്യൻ പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് അവൻ്റെ ജീവിതത്തിലെ 1 കോടി പാപങ്ങൾ പുറത്തു കിട്ടുന്നതാണ്. ഏതാണ് ആ രണ്ട് ദിക്റുകൾ? ഉസ്താദേ, 1 കോടി പാപങ്ങളൊന്നും ആരും ചെയ്യാറില്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ദിക്ർ പറയുന്നത് എന്ന് ചോദിക്കുന്നവർക്കും മറുപടി ഈ വീഡിയോയിലുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കറിയാം, നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഒരു ദിക്റെങ്കിലും പറയാതിരിക്കില്ല. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു അമലാണ് ദിക്ർ പറയുക. ദിക്ർ എന്ന് അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിനെ സ്മരിക്കുക എന്നാണ്. അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിനെ സ്മരിക്കുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ ദിക്ർ പറയുന്നവർക്ക് കിട്ടുന്ന വലിയ നേട്ടങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് നേട്ടങ്ങൾ. വിശുദ്ധമായ ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്, വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അടയാളങ്ങൾ എണ്ണി പറയുമ്പോൾ അവർ ഒരുപാട് ദിക്ർ പറയുന്നവരാണെന്ന് ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നോക്കിയാൽ മഫാത്തിഹുൽ ജന്ന, സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് ദിക്റുല്ലാ, അത് അള്ളാഹുവിന് ചെല്ലുന്ന ദിക്റുകളാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും. നമ്മൾ സ്വർഗത്തിലേക്ക് കടക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കാൻ ഒരു താക്കോൽ വേണ്ടേ? ആ താക്കോൽ എന്താണ്? അത് നിസ്കാരമാണെന്ന് മറ്റൊരു ഹദീസിലുണ്ട്. അത് ദിക്റുല്ലാ, അള്ളാഹുവിനെ ദിക്ർ ചെയ്യലാണെന്നും മറ്റൊരു ഹദീസിൽ കാണാം. ഈ ദിക്റുല്ലാ എന്നത് തന്നെ നിസ്കാരമാണെന്നും പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഇവിടെ മറ്റൊരു ഹദീസിൻ്റെ ആശയം ഇങ്ങനെയാണ്: ഏതു വസ്തുവിനെയും ശുദ്ധീകരിക്കുന്ന മറ്റൊരു വസ്തു അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ഈ വസ്ത്രം അഴുക്കായാൽ, നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴുക്കായാൽ എന്തു ചെയ്യും? നമ്മൾ കഴുകും. വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ അഴുക്ക് പോവില്ല, സോപ്പ് ഉപയോഗിച്ച് കഴുകണം. അതുപോലെ ഇരുമ്പിൽ തുരുമ്പ് പിടിച്ചാൽ ആ തുരുമ്പ് പോവാൻ വെറുതെ വെള്ളം കൊണ്ട് കഴുകിയാൽ പറ്റില്ല. അതിൻ്റേതായ മിശ്രിതങ്ങൾ, ഒന്നുകിൽ പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒക്കെ ഉപയോഗിച്ച് നല്ലതുപോലെ ഉരച്ചാൽ ആ തുരുമ്പ് പോകും. ഇങ്ങനെ ഓരോ വസ്തുവിനും അതിനെ ശുദ്ധിയാക്കാൻ മറ്റൊരു വസ്തു അള്ളാഹു ഭൂമി ലോകത്ത് ഇറക്കിയിട്ടുണ്ട്. ഇങ്ങനെ എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, ഹൃദയമാകുന്ന വസ്തുവിനും അഴുക്ക് സംഭവിക്കും. ഹൃദയത്തിലെ അഴുക്കാണ് അസൂയ, അഹങ്കാരം, കുശുമ്പ്, ഡെമ്പ്. ഇതൊക്കെ എന്താണ്? മറ്റുള്ളവരെ പറ്റിയുള്ള മോശച്ചിന്ത. ഇതൊക്കെ എന്താണ്? ഹൃദയത്തിൻ്റെ രോഗങ്ങളാണ്. ഈ ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്നാണ്, ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന വസ്തുവാണ് ദിക്റുല്ലാ, അള്ളാഹുവിന് ദിക്ർ ചെയ്യുക എന്നത്. ആഖിറത്തിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോൾ, നമ്മളൊക്കെ ഇങ്ങനെ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു മലക്ക് വന്ന് വിളിച്ചു പറയും, സബഖൽ മുഫർരിദൂൻ, മുഫർരിദീങ്ങൾ ഇങ്ങോട്ട് വാ എന്ന് പറയും. അപ്പോൾ കുറച്ച് ആളുകൾ അങ്ങോട്ട് ചെല്ലും. അപ്പോൾ നബിതങ്ങളോട് സ്വഹാബിമാർ ചോദിച്ചു, ആരാണ് നബിയെ ഈ മുഫർരിദീങ്ങൾ? അവരെന്ത് പ്രത്യേക അമലാണ് അവർ ചെയ്തത്? അവർ ഹജ്ജ് ചെയ്തവരാണോ? അവർ നിസ്കരിച്ചവരാണോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഫർരിദീങ്ങൾ എന്ന് പറഞ്ഞാൽ ദാക്കിരീങ്ങളാണ്. അതായത് അള്ളാഹുവിന് ദിക്ർ ചെയ്ത ആളുകളാണ് മുഫർരിദീങ്ങൾ. ദിക്ർ ചെയ്യുന്ന ആളുകൾക്ക് ആഖിറത്തിൽ പ്രത്യേക സ്ഥാനമുണ്ടെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ മലക്കുകൾ രണ്ടാലൊരു രൂപത്തിലാണ് സംസാരിക്കുക. ഒരാൾ ദ്വാരക്കുന്നു, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ പൊറുക്കണേ പടച്ചോനെ, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ച് തരണേ അല്ലാ എന്ന് ഒരാൾ ദ്വാരക്കുമ്പോൾ മലക്കുകൾ ഒന്നുകിൽ പറയുന്ന വാക്ക് ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. ഇങ്ങനെ പറയുന്ന വാക്ക്, അതായത് അല്ലാഹുവേ ഈ മനുഷ്യൻ്റെ ദുആ നീ സ്വീകരിക്കണേ, കാരണം ഇവൻ നിനക്ക് വേണ്ടി ഒരുപാട് ദിക്ർ ചെയ്യുന്നവനാണ്. ദിക്ർ ചെയ്യുന്ന ആൾ ദുആ ചെയ്താൽ മലക്കുകൾ പറയും, അല്ലാ ഇയാൾ ഒരുപാട് നിനക്ക് വേണ്ടി ദിക്ർ ചെയ്യുന്ന ആളാണ്, അതുകൊണ്ട് ഇവൻ്റെ ദുആ നീ സ്വീകരിക്കണേ. മലക്കുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യും. വേറൊരാൾ ദുആ ചെയ്യുന്നു, അയാളുടെ ദുആ അല്ലാഹു തആല കേൾക്കുന്നുണ്ട്, പക്ഷെ മലക്കുകൾ മൈൻഡ് ചെയ്യൂല. മലക്കുകൾ കൂടി മൈൻഡ് ചെയ്ത് മലക്കുകൾ കൂടി നമുക്ക് സപ്പോർട്ട് നൽകിയാൽ എന്തായിരിക്കും? ഉറപ്പായും ദുആ സ്വീകരിക്കും. മലക്കുകൾ പറയും, അല്ലാ ഇയാൾ നിനക്ക് ദിക്റൊന്നും ചെയ്യാത്ത ആളാണ്, അതുകൊണ്ട് നീ വേണമെങ്കിൽ എന്ത് ചെയ്യുക?
ഈ ഒരു ദുആ സ്വീകരിക്കുക. മലക്കുകൾ വലിയ സപ്പോർട്ട് തരൂല. അതുകൊണ്ട് എന്ത് ചെയ്യുക, എപ്പോഴും ദിക്ർ പറയുന്നവരാവണം. 24 മണിക്കൂർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയണമെന്നല്ല. നമുക്ക് സൗകര്യം കിട്ടുമല്ലോ ഒരുപാട് സമയം. ഇപ്പോൾ വാഹനം ഓടിക്കുന്ന ആൾ, അയാൾക്ക് ആ വാഹനം ഓടിക്കുന്ന സമയത്ത് ദിക്ർ ചെല്ലാം. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ടൈമാണ്. നിങ്ങൾക്ക് മീൻ മുറിക്കുമ്പോൾ, വസ്ത്രം അലക്കുമ്പോൾ, അരി ചോറാക്കുമ്പോൾ, അരി കഴുകുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ഈ സമയത്തൊക്കെ വെറുതെ അവരുടെ ഇവിടേക്കും ഇങ്ങനെ കളകളകളാന്ന് മറ്റുള്ളവരുടെ കുറ്റവും കുറവും അതും ഇതും ഒക്കെ പറഞ്ഞ് നമ്മുടെ അമൽ നഷ്ടപ്പെടുത്താതെ എന്ത് ചെയ്യുക, ആ സമയത്ത് ദിക്ർ പറയുക. വലിയ ഖൈറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ കാണാം. അതായത് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് യാതൊരു ദുഃഖവും ഉണ്ടാവില്ല. സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യൻ കടന്നു കഴിഞ്ഞാൽ യാതൊരു ദുഃഖമോ പ്രയാസമോ സങ്കടമോ ഇല്ല, എപ്പോഴും സന്തോഷമാണ്. പക്ഷേ അയാൾ ദുഃഖിക്കുന്നൊരു സമയമുണ്ട്. അതിനെപ്പറ്റി പറയുന്നത്, ആ മനുഷ്യൻ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ ദിക്ർ ചെയ്യാതെ നഷ്ടപ്പെടുത്തിയ സമയത്തെ ഓർത്തിട്ട് അയാൾ സ്വർഗത്തിൽ വെച്ച് ദുഃഖിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തിൽ കടന്ന ഒരു ദുഃഖമില്ല, പ്രയാസമില്ല, പക്ഷേ ദുഃഖം വരും. എങ്ങനെയാ വരുന്നത്? അള്ളാഹുവേ, ദുന്യാവിൽ ഞാൻ ഒരുപാട് സമയം ദിക്ർ ചെയ്യാതെ കളഞ്ഞല്ലോ അല്ലാഹ്, അത് ഓർത്തിട്ട് അയാൾ ആഖിറത്തിൽ വെച്ച് ആ മനുഷ്യൻ ദുഃഖിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഒരൊറ്റ ഹദീസ് കൂടി പറയട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും പറയുന്നു, മാ അമില ആദമിയുൻ അമലൻ അൻജാ ലഹു മിൻ അദാബിൽ ഖബ്രി മിൻ ദിക്രില്ലാഹ്. നമ്മളെല്ലാവരും മരണപ്പെട്ട് ചെല്ലേണ്ട ഖബറുണ്ട്, ഒറ്റക്കിങ്ങനെ കിടക്കുന്ന ഖബർ അല്ലേ? അങ്ങോട്ടും തിരിയാൻ പറ്റില്ല, ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല, എഴുന്നേക്കാനും പറ്റില്ലാത്ത അല്ലെ, ഒരു വലിയ പ്രയാസപ്പെട്ട് കുടുസായ ഒരു മുറിയാണല്ലോ, കുടുസായ ഒരു സ്ഥലമാണ് ഖബർ. അള്ളാഹു നമ്മുടെ ഖബറിടം വിശാലമാക്കി തരുമാറാവട്ടെ, ആമീൻ. ഖബറിൻ്റെ പ്രയാസങ്ങളെ തൊട്ട് പ്രശ്നങ്ങളെ തൊട്ട് രക്ഷപ്പെടാൻ ദിക്റിനെ പോലെ വേറെ ഒരു അമലും ഇല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഏത് സമയത്തും നമ്മൾ എന്ത് പറയുക? ദിക്ർ പറയുക. എല്ലാ സമയത്തും ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അങ്ങനെ പറയണമെന്നല്ല. നമ്മൾ ചെയ്യുന്ന ഓരോ നല്ല കാര്യത്തിലും എന്തുണ്ട്? ദിക്റുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ സമയത്ത് എന്ത് പറയാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് പറയാം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാം. ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിക്റുണ്ട്, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കശ് ശുക്ർ. അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കശ് ശുക്ർ. നന്ദിയും എല്ലാ തരത്തിലുള്ള നന്ദി അല്ലേ, എല്ലാ തരത്തിലുള്ള ശുക്റും അള്ളാഹുവെ നിനക്കാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പറയണം. ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഒരു ദിക്റുണ്ട്. എന്താണ് ആ ദിക്ർ? അൽഹംദുലില്ലാഹ്. അത് മാത്രമല്ല, ഒരു മനുഷ്യൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവൻ ഒരു ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ 1 കോടി പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്. എൻ്റെ പൊന്നുസ്താദ്, നിങ്ങൾ എന്തായി പറയണേ? ഒരു മനുഷ്യൻ 1 കോടി പാപമൊക്കെ ജീവിതത്തിൽ ചെയ്യൂ, പോട്ടെ 1000 ചെയ്യോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അതിന് 2 ഉത്തരം. ഒന്ന്, നമ്മൾ അറിയാതെയും പാപങ്ങൾ ചെയ്തു പോവാറുണ്ട്. നമ്മൾ കൈകൾ കൊണ്ട് ചെയ്യുന്ന, കാലുകൾ കൊണ്ട് ചെയ്യുന്ന പാപങ്ങളല്ല. നമ്മുടെ നോട്ടം പലപ്പോഴും അബദ്ധത്തിലേക്ക് പോയി അങ്ങനെ ഹറാമ് കണ്ട് നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ഹറാമായ വർത്തമാനം നമ്മൾ പറയില്ല, പക്ഷെ കേൾക്കുന്നുണ്ടാകും, അതും പാപമാണ്. അല്ലെങ്കിലോ ഹറാമായി നമ്മൾ കാണുന്നുണ്ട്, അതും പാപമാണ്. ഹറാമായത് ചിന്തിക്കുന്നുണ്ട്, അതും പാപമാണ്. ഹറാമായത് കഴിക്കുന്നുണ്ട്, പലപ്പോഴും നമ്മൾ അറിയുന്നില്ല ഇത് ഹറാമാണെന്ന്. അങ്ങനെ ഒരുപാട് നമ്മൾ അറിയാതെ ഒരുപാട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂട്ടുകയാണെങ്കിൽ 1000 10,000 ഒരുപാട് പാപങ്ങൾ ഒരു ദിവസം നമ്മൾ ചെയ്തു പോവാറുണ്ട്. അല്ലാഹു തആല എല്ലാ പാപങ്ങളും പുറത്തു തരുമാറാവട്ടെ. ആ പാപങ്ങളൊക്കെ പൊറുക്കാൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു ദിക്ർ പറഞ്ഞാൽ മതി. ഇനി 2ാമത്തെ ഉത്തരം, 1 കോടി പാപം അതൊക്കെ ആരെങ്കിലും ചെയ്യുമോ ഉസ്താദേ? ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം. ഇനി അഥവാ 1 കോടി പാപം ചെയ്താൽ പോലും അല്ലാഹു തആല അത് പുറത്തു തരും എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ അവൻ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു ദുആ പറഞ്ഞു. ഏതാണ് ആ ദുആ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ.
എന്ന് ഒരു മനുഷ്യൻ ദുആ ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ മുഴുവനും, അത് 1 കോടിയാവട്ടെ 2 കോടിയാവട്ടെ 10 കോടിയാവട്ടെ അല്ലെങ്കിൽ 100 ആവട്ടെ 1000 ആവട്ടെ, എത്ര പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു പുറത്തു തരുന്നതാണ്. എന്താ ചെയ്യേണ്ടത്? ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു ദുആ പറയണം. അപ്പം എന്താ ചെയ്യേണ്ടത്? ഉസ്താദ്, ഇത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ദുആ ഓർക്കൂല്ലല്ലോ. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകാൻ പോകുമല്ലോ. കൈ കഴുകാൻ വാഷ് ബേസിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയും, അവിടെ പോകും, പൈപ്പിൻ്റെ അടുത്ത് പോകും. അവിടെ നമ്മൾ ചെറുതായിട്ട് ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ചു വെച്ചാൽ മതി. എത്രയോ വീട്ടിൽ ഞാനിങ്ങനെ ഈ പ്രസംഗത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനൊക്കെ ഓരോ വീടുകളിൽ പോകുമ്പോൾ അവിടെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിയ, അതായത് നമ്മൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെറിയൊരു പേപ്പറിൽ അവിടുത്തെ കൊച്ചുമക്കൾ എഴുതി വെച്ചിരിക്കുന്നു വീട്ടിലേക്ക് കിടക്കുമ്പോഴുള്ള ദുആ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ദുആ, അതുപോലെ കണ്ണാടിയുടെ മുന്നിൽ കണ്ണാടി നോക്കുമ്പോഴുള്ള ദുആ അവിടെ ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മൾ പല വീഡിയോകളിലും പറയുന്ന ദുആകൾ ഇങ്ങനെ ആളുകളെ എഴുതി വെക്കുന്നു. അങ്ങനെ എഴുതി വെക്കാൻ പറ്റിയൊരു ദുആ നമ്മുടെ വാഷ് ബേസിൻ്റെ വലിയ ഒരു അക്ഷരത്തിൽ എഴുതി വെക്കണം. ചെറുതായിട്ടൊന്ന് എഴുതി വെക്കാം. അത് ചിലപ്പോൾ ആളുകൾ കളിയാക്കിയേക്കാം. ആയിക്കോട്ടെ, കളിയാക്കുന്നവർക്ക് ഇപ്പം എന്താ, എന്ത് കിട്ടിയാലും കളിയാക്കും. അവർ കളിയാക്കിക്കോട്ടെ, നമുക്കതല്ലല്ലോ വേണ്ടത്. നമുക്ക് അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് കൂലിയാണ്. അപ്പോൾ അതിങ്ങനെ എഴുതി വെച്ചിട്ട് അതിപ്പോൾ നമുക്ക് മാത്രമല്ല, പുറകെ ആരൊക്കെ നമ്മുടെ വീട്ടിൽ ഭക്ഷണം കഴിച്ചിട്ട് കഴുകാൻ വരുന്നു അവർക്കൊക്കെ ആ ദുആ കണ്ട് പറയാമല്ലോ. ഏതാണ് ദുആ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, പടച്ചവനെ, നിനക്കാകുന്നു സർവ്വസ്തുതിയും. എങ്ങനെയുള്ള സ്തുതിയാണ്? നീ എനിക്ക് ഭക്ഷണം നൽകി, നീ എന്നെ ഭക്ഷിപ്പിച്ചു, അതുപോലെ തന്നെ എനിക്കൊരു കഴിവുമില്ല, എൻ്റെ ഒരു അധ്വാനവുമില്ല, ഈ ഭക്ഷണം മുഴുവനും അല്ലാഹുവേ നീ തന്നതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അള്ളാഹുവിനോട് നമ്മൾ നന്ദി പറയുന്നു. പടച്ചോനെ, ഞാൻ ഈ കഴിച്ച ഭക്ഷണം ഇത് എൻ്റെ കഴിവ് കൊണ്ടുണ്ടായതല്ല, ഇത് നീ തന്നതാണ് റബ്ബേ, നിനക്കാകുന്നു സർവ്വസ്തുതിയും. ഇത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ദിക്റാണ്. ഇത് പറഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ 1 കോടിയല്ല 10 കോടിയല്ല ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപങ്ങൾ ചെയ്താലും അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പോൾ ദുആ ഒന്നുകൂടി പറയാം. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. മറന്നു പോവണ്ട. ഇനി എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളെല്ലാവരും വസ്ത്രം ധരിച്ചവരാ. ഞാനിപ്പോൾ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, വസ്ത്രം ധരിക്കുമ്പോൾ 10 സുന്നത്തുണ്ട്. എൻ്റെ പൊന്നുസ്താദ്, ഇതൊക്കെ ഇത് എവിടെ നിന്ന് കൊണ്ടുവരുന്നു എന്നാരും ചിന്തിക്കല്ലേ. ഇതൊക്കെ നമ്മുടെ ഹദീസുകളിലും കിതാബുകളിലൊക്കെ ഉള്ളതാണ്. ഇത് പലപ്പോഴും നമ്മൾ കാണുന്നില്ല. എന്നിട്ട് ഇത് കണ്ട ആളുകൾ നമുക്ക് പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഇത് എവിടെ നിന്ന് പുതിയ കാര്യങ്ങൾ എന്നൊന്നും പറയണ്ട. ഇതൊക്കെ ഓരോന്നിനും ഓരോ മര്യാദയുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദയുണ്ട്, വെള്ളം കുടിക്കുമ്പോഴുള്ള സുന്നത്തുണ്ട്, ചെരുപ്പ് ധരിക്കുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ ഒക്കെ സുന്നത്തുകളുണ്ട്. മുടിയിരുമ്പോൾ സുന്നത്തുണ്ട്. മുടിയിരുമ്പോൾ എന്താ? ആദ്യം വലതു ഭാഗത്ത് നിന്ന് ഈരണം, വലതു ഭാഗത്തേക്ക് ഈരണം. ചിലപ്പോൾ നമ്മൾ ഇടതുഭാഗത്തേക്കാണ് നമ്മുടെ രീതിയെങ്കിലും നമുക്ക് അങ്ങനെയാ വരൂ, നമ്മൾ അങ്ങനെയാണ് നമ്മുടെ ശീലമെങ്കിലും സുന്നത്ത് കിട്ടാൻ ആദ്യം ഒന്ന് വലതീരിയിട്ട് പിന്നെ ഇടതീരണം. അതുപോലെ വലത് കൈ കൊണ്ട് ചീപ്പ് പിടിക്കൽ സുന്നത്താണ്. ഈരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയൽ സുന്നത്ത്. ഇത് എത്ര സുന്നത്തുകളാണ് ഉള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ വസ്ത്രം ധരിക്കുമ്പോൾ 10 സുന്നത്തുണ്ട്. ഒന്ന്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഷർട്ട് ധരിക്കുമ്പോൾ, അതുപോലെ പാൻറ് ധരിക്കുമ്പോൾ, നൈറ്റി ഇടുമ്പോൾ, പർദ്ദയിടുമ്പോൾ, ചുരിദാറിടുമ്പോൾ ഒക്കെ നമ്മൾ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പിന്നെ നമ്മൾ ഇപ്പോൾ ഷർട്ടാണെങ്കിൽ, നെറ്റി ആണെങ്കിൽ, പർദ്ദയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം വലത് കൈ ആയിരിക്കണം പ്രവേശിപ്പിക്കുക. ആദ്യം വലത് കൈ കൊണ്ട് തുടങ്ങണം. വലത് കൈ കൊണ്ടാവുക, അത് 2ാമത്തെ സുന്നത്ത്. 3ാമത്തേത്, വസ്ത്രം ധരിക്കുമ്പോൾ മാത്രമല്ല, ചെരുപ്പ് ധരിക്കുമ്പോഴും, തലയീരുമ്പോഴും, പല്ല് തേക്കുമ്പോഴൊക്കെ ആദ്യം വലത് കൊണ്ട് തുടങ്ങും. വലത് ഭാഗം ആദ്യം തുടങ്ങും. ആദ്യം വലത് ഭാഗം ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആദ്യം പല്ല് തേക്കുക. മുടിയിരുമ്പോൾ ഇങ്ങോട്ട് ആദ്യം ഈരുക. ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലത് കാലം ധരിക്കുക. ഇത് സുന്നത്താണ്. പിന്നെയോ, നല്ല വസ്ത്രം ധരിക്കണം. വസ്ത്രം ധരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കുക. നല്ല വസ്ത്രം നമുക്ക് നല്ല അവസരങ്ങൾ തുറന്നു തരും. പിന്നെ വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം വെള്ള വസ്ത്രമാണ്. എല്ലാ സമയത്തും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഈ പെരുന്നാൾക്ക് എടുക്കുന്ന ഡ്രസ്സിൽ, അല്ലെങ്കിൽ ജുമഅക്ക് പോകാൻ പ്രത്യേക ഒരു ഡ്രസ്സ്, ഒരു വെള്ള ഡ്രസ്സ് മാറ്റി വെക്കുക. പെരുന്നാളിൽ പള്ളിയിൽ പോകാൻ ഒരു വെള്ള ഡ്രസ്സ്, ഒരു മുണ്ടോ ഒരു വെള്ള ഷർട്ടോ, അതൊക്കെ ഒരു റാഹത്താണ്. ഇത് സുന്നത്തായ കാര്യമാണ്. അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ നെരിയാണിക്ക് താഴെ വലിച്ചിഴച്ച് പോവാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിസ്കരിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്യുക? നിസ്കാര കുപ്പായം അവരുടെ കാല് കാണാതെ മറച്ചിടണം.
ഇത് ആണുങ്ങൾക്ക് പറഞ്ഞതാണ് നിര്യാണിക്ക് മുകളിൽ, പെണ്ണുങ്ങൾക്കോ അവർ കാൽ ഒട്ടും കാണാൻ പാടില്ല. പിന്നെയോ വസ്ത്രം ധരിച്ചാൽ അല്പം സുഗന്ധം പൂശലും നല്ലതാണ്. ആ വസ്ത്രത്തിൻ്റെതായ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ എന്ത് ചെയ്യുക, സുഗന്ധം പൂശുക. ഊരുമ്പോൾ ആദ്യം ഇടത് കൈ കൊണ്ട് ഊരലും സുന്നത്ത്. ചിലപ്പോൾ അത് നമ്മൾ ഓർക്കും, നമ്മൾ ഒരൊറ്റ ഊരലായിരിക്കും. പക്ഷെ സുന്നത്ത് എന്താണ്? ആദ്യം ഇടത് കൈ കൊണ്ട് വസ്ത്രം ഊരലാണ് സുന്നത്ത്. പിന്നെയോ ധരിച്ചതിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ദുആ പറഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ഓഫർ വരുന്നു. എന്താണ് ഓഫർ? കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു തരുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദുആ പറഞ്ഞു. ഇനി പറയുന്നത് വസ്ത്രം ധരിച്ച് കഴിഞ്ഞിട്ടുള്ള ദുആയാണ്, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുന്ന സമയത്തും ഈ ദുആ പറയാം. ഏതാണ് ദുആ? അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വാ. അല്ലാഹുവേ, എൻ്റെ കഴിവല്ല ഈ വസ്ത്രം എന്നുള്ളത് നീ തന്നതാണ്. നീ തന്നതാണ് ഈ വസ്ത്രം. അൽഹംദുലില്ലാ, സർവസ്തുതി നിനക്കാകുന്നു റബ്ബേ. വസ്ത്രമില്ലാത്ത എത്രയോ ആളുകൾ തെരുവുകളിൽ കഴിയുന്നുണ്ട്. ഒരൊറ്റ വസ്ത്രം മാത്രം എടുത്ത് ജീവിതകാലം മുഴുവനും കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. എനിക്ക് ഓരോ വക്തിനും മാറാൻ ഒരുപാട് വസ്ത്രങ്ങളുണ്ട്. ഓരോ കല്യാണത്തിന് പോകാനും പുതിയ പുതിയ വസ്ത്രങ്ങളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു നിനക്കാകുന്ന സർവസ്തുതിയും. അൽഹംദുലില്ലാഹില്ലദീ കസാനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വാ. ഈ ഒരു ദുആ വസ്ത്രം ധരിച്ചു കഴിഞ്ഞ് ഒരു മനുഷ്യൻ പറഞ്ഞാൽ മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ എത്രയുണ്ടെങ്കിലും അല്ലാഹു പുറത്തു തരും. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് 2 ദിക്റുകളാണ്. ഈ 2 ദിക്റുകൾ നമ്മൾ സ്ഥിരമായി പറഞ്ഞാൽ കഴിഞ്ഞുപോയ 1 കോടി പാപമാണെങ്കിലും അല്ലാഹു പുറത്തു തരും. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വെക്കണം, ഈ ഭക്ഷണം എന്നുള്ളത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, വസ്ത്രം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, നമ്മുടെ മക്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, നമുക്ക് നൽകിയിട്ടുള്ള വാഹനം അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, അതുപോലെ നമ്മുടെ വീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. ഈ തന്നിട്ടുള്ള അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഒരു ഇസ്മുണ്ട്. അള്ളാഹുവിന് 99 പേരുകളുണ്ടല്ലോ. ആ 99 പേരുകളിൽ ഓരോ പേരിനും വ്യത്യസ്തമായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കൂലിയാണ്, വ്യത്യസ്തമായ കൂലിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുകൾ അള്ളാഹുവിൻ്റെ ഇസ്മുകളും അതിൻ്റെ ശ്രേഷ്ഠതകളൊക്കെ മുമ്പത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു ഇസ്മ നമ്മൾ സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എല്ലാ നിസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യമോ 5 പ്രാവശ്യമോ 7 പ്രാവശ്യമോ വെച്ച് നമ്മൾ നല്ല നിയത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല. ഏതാണ് ആ ഇസ്മ? യാ മുസവ്വിറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്, യാ മുസവ്വിറു യാ അല്ലാഹ്. എല്ലാം രൂപപ്പെടുത്തി തരുന്നവനെ, നമ്മുടെ വീടും നമ്മുടെ മക്കളെയും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രവും എല്ലാം അള്ളാഹുവാണ് നമുക്ക് രൂപപ്പെടുത്തി തന്നത്, അള്ളാഹുവാണ് നൽകിയത്. അള്ളാഹുവേ, ഈ അനുഗ്രഹങ്ങൾ നീ തിരിച്ചെടുക്കല്ലേ അല്ലാ എന്നർത്ഥം വരുന്ന ആ ഒരു പേര് യാ മുസവ്വിറു യാ അല്ലാ, ഈ ഇസ്മ നമ്മൾ സ്ഥിരമായി പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു താൻ നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവില്ല. അപ്പോൾ മുഅ്മിനീങ്ങൾക്ക് 2 കാര്യമാണ് ഇന്ന് പറഞ്ഞു തന്നത്. ഒന്ന്, നമ്മൾ സ്ഥിരമായി പറയേണ്ട ദിക്റുകൾ, ആ ദിക്റുകൾ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ 1 കോടി പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ പുറത്തു തരാൻ കെൽപ്പുള്ള 2 ദുആകൾ, 2 ദിക്റുകൾ, അത് നമ്മൾ പറഞ്ഞു. പിന്നെ അവസാനമായി നമ്മൾ പറഞ്ഞത് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോവാതിരിക്കാനുള്ള ഒരു ഇസ്മ. അൽഹംദുലില്ലാ, ഈ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അവരും ഈ കാര്യങ്ങൾ ചെയ്യട്ടെ. നമുക്കിരു കൂട്ടർക്കും അള്ളാഹു ഖൈറുകൾ പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും എല്ലാവിധ ഖൈറുകളും സലാമത്തുകളും ഏറ്റിയേറ്റ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പ്രവാസികളായ ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ ഖൈറുണ്ടാവാനും അവരുടെ കച്ചവടത്തിലൊക്കെ എല്ലാവിധ സലാമത്തുണ്ടാവാനൊക്കെ ഒരുപാട് പേര് ദ്വാരക്കാൻ നമ്മുടെ കമൻറ്റിലൂടെ അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പ്രവാസികളെയും അവരുടെ കുടുംബത്തെയും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഖൈറിലും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ.